കാലടിയിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നു. നീലംകുളങ്ങര ഭഗവതി ക്ഷേത്രം, തൃക്കൈ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. ാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നീലംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മോഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. മറ്റൂർ നീലംകുളങ്ങര ക്ഷേത്രത്തിലും തൃക്കൈയിൽ മഹാദേവ ക്ഷേത്രത്തിലുമാണ് ഒരേ രാത്രി മോഷണം നടന്നത്. അപ്പോൾ നീലംകുളങ്ങര ക്ഷേത്രത്തിൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഒരു 10,000-ഓളം ഉറുപ്പിക പോയിട്ടുണ്ട്. ഒരു ഭണ്ഡാരം തകർത്തിട്ടുണ്ട്. പിന്നെ ഓഫീസിൻ്റെയും സ്ട്രോങ് റൂമിൻ്റെയും വാതിലുകളെല്ലാം തകർത്തു. 2 മേശകൾ തകർത്തിട്ടുണ്ട്. 2 അലമാരകൾ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് ഈ ഓഫീസിലെ ഡ്രോയറിൽ നിന്നും ഒരു 10,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൃക്കൈൽ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ തിടപ്പള്ളിയുടെയും വാതിൽ തല്ലി പൊളിച്ചിരിക്കുകയാണ്. 2 ഭണ്ഡാരങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ കൂടി വന്ന ഒരു 3,000 രൂപയിൽ കൂടുതൽ നഷ്ടം വരാൻ വഴിയില്ല. കാരണം ഈ കഴിഞ്ഞ 1-ാം തീയതി ഭണ്ഡാരം ക്ലിയർ ചെയ്തതായിരുന്നു. 2 പേരാണ് മോഷണത്തിനായി എത്തിയത്. ആദ്യം നീലംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ടാണ് മോഷ്ടാക്കൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഓഫീസ് മുറി ഡോർ തല്ലി തകർക്കുകയായിരുന്നു. മേശയിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് മോഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ CCTV ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട്, തകരാർ വരുത്തിയിട്ടുണ്ട്. മേശയ്ക്കും അലമാരികൾക്കുമൊക്കെ തകരാർ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്.